Assalamualaikum viewers, welcome back to I for Smart Kitchen. അപ്പോൾ ഞമ്മയുടെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള അപ്പമായിട്ടാണ്. ഈ അപ്പത്തിന്റെ പേരാണ് ഉണ്ടപ്പുട്ട് അല്ലെങ്കിൽ കടും എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അപ്പം. ഈ അപ്പം ആവശ്യമുള്ളത് ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താക്കണം വെച്ചല്ലെങ്കിൽ 2 കപ്പ് പാർബോയിൽഡ് റൈസ് അല്ലെങ്കിൽ വെളുത്തരി എടുത്തിട്ട് നമ്മൾ പൊടിക്കാന്ന് പറഞ്ഞാൽ തരി അരച്ചാൽ മതി. പിന്നെ ഞാൻ എൻ്റെ മിക്സി ചേർത്തായതുകൊണ്ട് ആദ്യം 1 കപ്പിട്ട് അരച്ച് പിന്നെ ബൗളിലേക്ക് കാണുന്ന പോലെ ട്രാൻസ്ഫർ ചെയ്ത് അതേപോലെ വീണ്ടും അടുത്ത കപ്പിട്ടിട്ട് അരി കപ്പിട്ടിട്ട് ഞാനിങ്ങനെ അരച്ചെടുത്ത് പൊടിച്ച് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് ഈ പൊടിച്ച അരിനെ പാകന് 3-4 പ്രാവശ്യം വെള്ളത്തിൽ കവിയിട്ട് ഇങ്ങനെ ഒന്ന് സൈഡിൽ വെക്കണം. ഇനിയിപ്പോൾ ഈ കവി വെച്ച അരിപ്പൊടിയിലേക്ക് 3.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ 1 മുറി തേങ്ങ ഇട്ടിട്ട് ഇതിനൊന്ന് ലൈറ്റ് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടുപ്പിൽ പുതുക്കാൻ വെക്കാം. നമ്മൾ പുട്ട് നല്ലോണം പുതുക്കിയിട്ടുള്ളതായിട്ടുണ്ട്. നമുക്ക് ഇനി റൗണ്ട് ഷേപ്പായിട്ട് ആക്കിയിട്ടെടുക്കാം. നെക്സ്റ്റ് ഇതിനെന്താക്കണം എന്ന് പറഞ്ഞാൽ തേങ്ങയിലിട്ടിട്ട് ഒരു കോട്ടിങ് കൊടുക്കാം. അപ്പോൾ ഈ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സ്റ്റീമറിൽ ഓരോന്നായി ഇതിനെ വെച്ചെടുക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് ഇതിനെ വേവിച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മളുടെ ഉണ്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ചൂടോടെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളെ വീട്ടിലിപ്പോൾ റേഷൻ അരിയെല്ലാം കിട്ടുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇത് പെട്ടെന്ന് എളുപ്പമാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ വീണ്ടും വരും. അപ്പോഴത്തേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്.